നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. എയർ ഇന്ത്യ വിമാനത്തിൽ യാത്രക്കാരിക്ക് തേളിന്റെ കുത്തേറ്റതായുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. വാർത്ത സ്ഥിരീകരിച്ച എയർ ഇന്ത്യ തേളിന്റെ കടിയേറ്റ യാത്രക്കാരിക്ക് ചികിത്സ നൽകിയെന്നും ഇവർ അപകടനില തരണം ചെയ്തിട്ടുണ്ടെന്നും വ്യക്തമാക്കി. ഏപ്രിൽ 23-നായിരുന്നു സംഭവം. നാഗ്പൂരിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്ന എയർ ഇന്ത്യ വിമാനത്തിലെ യാത്രക്കാരിയെയാണ് തേള് കുത്തിയത്. എയർ ഇന്ത്യ AI 630 വിമാനത്തിൽ വെച്ചാണ് യാത്രക്കാരിയെ തേളുകുത്തിയത്. വളരെ അപൂർവവും നിർഭാഗ്യകരവുമായ ഒരു സംഭവമാണ് ഇതെന്നാണ് എയർ ഇന്ത്യ വക്താവിനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ ANA ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിമാനം ലാൻഡ് ചെയ്ത ഉടൻ തന്നെ യാത്രക്കാരിയായ യുവതിയെ വൈദ്യസഹായം നൽകി ആശുപത്രിയിൽ എത്തിച്ചെന്നും എയർ ഇന്ത്യ വക്താവ് വ്യക്തമാക്കി. വിമാനം ലാൻഡ് ചെയ്ത ഉടൻ തേളിന്റെ കടിയേറ്റ യാത്രക്കാരിയെ വിമാനത്തിലെ ഡോക്ടർ എത്തി പരിശോധിച്ചിരുന്നു. തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി ചികിത്സ നൽകിയ ശേഷം ഡിസ്ചാർജ് ചെയ്തു. ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ തന്നെയാണ് യാത്രക്കാരിയെ ആശുപത്രിയിൽ എത്തിച്ചത്. ഡിസ്ചാർജ് ചെയ്യുന്നതുവരെ അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും സഹായവും ഞങ്ങൾ നൽകിയെന്നും എയർ ഇന്ത്യ വക്താവ് പറഞ്ഞു. യാത്രക്കാരെ ഇറക്കിയതിന് പിന്നാലെ എയർ ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് സംഘം വിമാനത്തിനുള്ളിൽ വിശദമായ പരിശോധന നടത്തുകയും തേളിനെ കണ്ടെത്തുകയുമായിരുന്നു. തുടർന്ന് വിമാനത്തിൽ ഫ്യൂമിഗേഷൻ പ്രക്രിയയും നടത്തി. യാത്രക്കാരിക്കുണ്ടായ വേദനയിലും അസൗകര്യത്തിലും ഞങ്ങൾ ആത്മാർത്ഥമായി ഖേദിക്കുന്നുവെന്നും എയർ ഇന്ത്യ പറഞ്ഞു. നേരത്തെ ഡൽഹിയിൽ നിന്ന് നെവാർക്കിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിൽ വവ്വാലിനെ കണ്ടെത്തിയതിനെ തുടർന്ന് തിരിച്ചിറക്കിയിരുന്നു. എയർ ഇന്ത്യയുടെ B777-300ER വിമാനത്തിലെ ബിസിനസ് ക്ലാസ്സിലാണ് വവ്വാലിനെ കണ്ടെത്തിയത്. വിമാനം പറന്നയുടൻ തന്നെ വവ്വാലിനെ കണ്ടെത്തിയതായി പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിനെ അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് വിമാനം തിരിച്ചിറക്കിയത്. പുലർച്ചെ 2:30-നാണ് വിമാനം ഡൽഹിയിൽ നിന്ന് പറന്നുയർന്നത്. ടേക്ക് ഓഫ് കഴിഞ്ഞ അരമണിക്കൂറിന് ശേഷമാണ് വിമാനത്തിൽ വവ്വാലിനെ കണ്ടെത്തിയതായി ജീവനക്കാർ പൈലറ്റിനെ വിവരം അറിയിക്കുന്നത്. തുടർന്ന് പൈലറ്റ് എയർ ട്രാഫിക്കുമായി ബന്ധപ്പെടുകയും ഡൽഹി വിമാനത്താവളത്തിൽ തിരിച്ചിറക്കാൻ അനുമതി തേടുകയുമായിരുന്നു. 3:55-ന് വിമാനം സുരക്ഷിതമായി ഡൽഹിയിൽ തിരിച്ചിറക്കി. ഇന്ധനം കടലിൽ ഒഴുക്കിയ ശേഷമാണ് വിമാനം തിരിച്ചിറക്കിയത്. പിന്നീട് യാത്രക്കാരെ മറ്റൊരു വിമാനത്തിൽ നെവാർക്കിലേക്ക് അയച്ചു. ഡൽഹിയിൽ തിരിച്ചിറക്കിയ ശേഷം നടത്തിയ പരിശോധനയിൽ വിമാനത്തിന്റെ ബിസിനസ് ക്ലാസ്സിൽ നിന്ന് ചത്ത വവ്വാലിനെ കണ്ടെത്തുകയായിരുന്നു. വിമാനത്തിൽ ഭക്ഷ്യവസ്തുക്കൾ കയറ്റുന്നതിനിടെ അവരുടെ വാഹനത്തിൽ നിന്നാകാം വവ്വാൽ എത്തിയതെന്നാണ് അധികൃതർ ഇതിൽ പ്രാഥമിക വിശദീകരണം നൽകിയത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.